ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് സാധാരണ നമ്മൾ ചെയ്യുന്നത് പട്ടിക്കൂട് നോക്കി കിളിക്ക് തീറ്റി കൊടുത്ത് മീന് തീറ്റി കൊടുത്ത് അങ്ങനെയാണ് നമ്മളൊരു ദിവസം തീർക്കുന്നത്. ആരും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് എന്താണെന്നറിയോ? രാവിലെ കിളിക്ക് തീറ്റി കൊടുക്കാൻ പോയപ്പോഴത്തേക്കും മഞ്ഞക്കിളിയെ കണ്ടോ? നമ്മുടെ മഞ്ഞക്കിളിയുടെ പേരൊരാളുടെ ഉണ്ടായിരുന്നു. അയാള് ചത്തുപോയി. എന്നെ കാരണം കൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. 3 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. എന്നും തീറ്റി കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അടുത്തൊക്കെ വന്നിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ വല്ലാത്തൊരു സങ്കടമായിപ്പോയി. നീ പ്രായമായോണ്ടായിരിക്കും. ഇത്ര വർഷമായില്ല നമ്മുടെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്താണോ എന്തോ രാവിലെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരു വിഷമമാണ്. പതിയെ നമുക്ക് അതിനെ പുറത്തോട്ട് എടുക്കാം. എന്നാ ചെയ്യാനാന്ന് പറ, രാവിലെ തന്നെ ശോകമാണ്. കുഞ്ഞാണേലും എപ്പോഴും ഇതിലെ വരുമ്പോഴാണല്ലോ അവന് കിളിയെ കഴിക്കാൻ നേരത്താണേലും കിളി. നമുക്ക് പയ്യെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാനൊന്നും നമുക്ക് തോന്നുന്നില്ല. പട്ടിയും പൂച്ചയൊക്കെ എടുത്തോണ്ട് പോയാലോ. അതുകൊണ്ട് നമുക്ക് അവനെ കുഴിച്ചിടാം. നമുക്ക് വേറെങ്ങുമല്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് ചെടിത്തോട്ടത്തിൻ്റെ സൈഡിൽ തന്നെ കുഴിച്ചിടാം. അതാകുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടെന്നൊരു ചിന്ത വരുമല്ലോ. വലിയ കുഴിയൊന്നുമല്ല, കുഞ്ഞു കുഴി ഒഴിച്ച് നമുക്ക് അവനെ അടക്കം ചെയ്യാം. ഇത് ബ്രീഡൊന്നും ആയിട്ടില്ല കേട്ടോ. ഇതുവരെ ബ്രീഡൊക്കെ ആവാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രീഡായിട്ടില്ല. പക്ഷെ നമുക്ക് കളയാൻ മനസ്സിലായിരുന്നു. നമുക്ക് കൂടെ എന്നും ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ ആയിരുന്നു. എന്നും കാണുന്നതല്ലേ. ചെറുക്കനും ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ നമ്മളിതേ അവനെ കുഴിയിലോട്ട് വെക്കാൻ പോവാണേ. കുഞ്ഞൊക്കെയാണ് നോക്കി നിൽക്കുക. അവനാണ് ഈ കിളി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ജീവനായിരുന്നു ആ കൊച്ചിന്. പിന്നെ ഞാൻ മണ്ണൊക്കെ ഇട്ട് മൂടി. ഇനിയിപ്പം കുറച്ച് പൂവും കൂടെ വെച്ചേക്കാം. ഇത്രയും വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ. അങ്ങനെ നമ്മുടെ കിളിക്കൂട് കാലിയായി. ഇനി വെറും 3 പേരേ ഉള്ളൂ. ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ പതിയെ നമുക്ക് ഈ കൂടൊന്ന് നിറയ്ക്കാൻ നോക്കണം. പുതിയ കിളീനെ വാങ്ങണം. പുതിയ കിളിയെ വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 3 പേരല്ലേ ഉള്ളൂ. നമ്മുടെ കിളിക്കൂട് വലുതല്ലേ. അപ്പം കുറച്ചുകൂടെ കിളികളുണ്ടെങ്കിൽ മാത്രമേ കാണാൻ ഒരു രസം ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിനാണെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നാലും അവർക്കെല്ലാം നമ്മുടെ കിളിക്കൂടാണ് ഫസ്റ്റ് അവർ നോക്കുന്നതൊക്കെ. പട്ടിയും കിളിയും കഴിഞ്ഞിട്ടേ നമ്മുടെ വീട്ടിലോട്ട് പോലും എല്ലാവരും വരാറുള്ളൂ. അപ്പോൾ കിളിക്കൂട് കാലിയായിട്ട് കിടന്ന ഒരു സുഖം കാണുകയല്ല. നമുക്ക് പുതിയ കിളികളെ വാങ്ങിക്കണം. ആ കിളികളെ വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇനി വരുവേ. ഇത് നമ്മള് കടയിൽ പോയിട്ടുള്ള ആദ്യത്തെ സീനാട്ടോ. നമ്മൾ ആദ്യമേ നോക്കിയത് ഇവന്മാരെയാണ്, ആഫ്രിക്കൻ ലവ് ബേർഡ്. അതിന്റെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ആ ബ്ലൂവിനെ കേട്ടോ. ബ്ലൂവിന്റെ പേരിനെയാണ് ആദ്യമേ നമ്മൾ അന്വേഷിച്ചത്. ഉണ്ടോന്ന് നോക്കിയപ്പോഴത്തേക്കാണ് പാറു ഒരു മീനൂടെ വേണം. നമ്മുടെ ഫ്രിഡ്ജിന് മുകളിൽ ഒരു മീനെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫ്രിഡ്ജിന്റെ കൊണ്ടിരിക്കുന്ന ബൗളിന്റെ അകത്ത് മീനില്ല, ഒരെണ്ണത്തെ വാങ്ങിക്കണമെന്ന്. കിളിയെ വാങ്ങിക്കാൻ പോയ കൂട്ടത്തിൽ എനിക്ക് ഈ മീനിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ അതിനെയും കൂടി വാങ്ങിച്ചിട്ടുണ്ടേ. എന്താ ചേട്ടൻ മീനിനെ കിളിയെ പിടിക്കുക മീനിനെന്ന് പറയുന്നത്. ഇവരെ പിടിക്കാൻ കുറച്ച് പാട് കൂട്ടാ ചേട്ടൻ. അങ്ങോട്ട് പറന്ന് കളിക്കുമായിരുന്നു. പിന്നെ അപ്പം ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ തന്നെ നമ്മൾ കിളിയെ 2 വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഫൈറ്റർ ഉണ്ട്. പിന്നെ നമ്മൾ പേരാണ് വാങ്ങിച്ചേക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് ഒരു കേജും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കേജ് ഉണ്ട്. പക്ഷെ അത് മറ്റേ കിളി ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവർ വിട്ടുകൊടുക്കുകയല്ലോ. തമ്മിൽ അടി ഉണ്ടാവേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ഒരു കേജ് വാങ്ങിച്ചിട്ടുണ്ട്. മുട്ട ഇടുമെന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കിളികൾ മുട്ട ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ അവര് കൊത്തി പൊട്ടിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഈ കാര്യം ചേട്ടനോട് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞത് ചിന്തയിലില്ലേ, ആ പൊടി കുറച്ചിടാനും പിന്നെ എന്തോ കാൽസ്യത്തിന്റെ കുറവ് വന്നാലും ഇങ്ങനെ കിളികൾ മുട്ട പൊട്ടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കാൽസ്യത്തിന്റെ ഒരു കട്ട പോലത്തെ ഒരു വെള്ള സാധനമുണ്ട്, വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കാവേ. അതുകൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് വെച്ച് നോക്കാം. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ. ഒന്നും കണ്ടില്ല. അപ്പൊ നമുക്ക് ചെന്നിട്ട് ബാക്കി വിശേഷം നോക്കാം അല്ലെ. വീട്ടിൽ ചെന്നിട്ട് ബാക്കിയല്ല. അപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിവരെ കൂടിനകത്തോട്ട് കയറ്റാൻ പോവാണ്. കേജ് നമുക്ക് പിന്നെ സെറ്റാക്കാം. ഇപ്പൊ തൽക്കാലം ശുദ്ധമായി കിട്ടാൻ വേണ്ടി ഇവരെ നമുക്ക് കൂടിനകത്തോട്ട് കയറ്റി വിടാം. എടുക്കുന്നുണ്ടേ. സ്റ്റിക്കർ തുറന്ന് നമുക്കിങ്ങനെ വളർത്താൻ അങ്ങോട്ട് തിരിച്ചു വെച്ചു. ഇല്ലെങ്കിൽ അങ്ങ് പോവും. ഇച്ചിരി കയറ്റിട്ടേക്കാം അല്ലേ. ഇങ്ങനെ ഇറങ്ങുവരെ നേരെ തിരിച്ചു വെച്ചിട്ട് ഇറക്കിയ കുത്തുവോ? ബാക്കിയെല്ലാം പേടിച്ചോടുന്നുണ്ട്.
രണ്ടോടും പേടിച്ചകത്തിരിക്കുക, വരുന്നില്ല കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം. ഇത് കണ്ടോ, ഈ ഇരിക്കുന്ന രണ്ടെണ്ണത്തിനാട്ടോ വാങ്ങിച്ചിട്ട് വന്നേക്കുന്നത്. ഇനി അവർക്കുള്ള കേസൊക്കെ സെറ്റ് ആക്കണം. വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടായിരുന്നല്ലോ. എനിക്ക് മഞ്ഞള് നോക്കി ആരാ പുതിയതായിട്ട് വന്നേക്കുന്നതെന്ന്. അതെ അതെ, ആരാ എന്റെ സാമ്രാജ്യത്തിൽ കയറി കൈയിറക്കിയെന്ന്. നമുക്കിതിനെ കൂട്ടിയിട്ട് വളർത്താൻ വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്കെന്ന് പറയുമ്പോ തന്നെ കുഞ്ഞു വളർന്നു വരുമ്പോ നമ്മുടെ വീടിനാണെങ്കിലും നല്ല രസമായിട്ട് നിൽക്കുമല്ലോ. ഇവർക്ക് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാനും പാടില്ല. അപ്പൊ നമ്മളാകുമ്പോ രാവിലെ വൈകിട്ട് ഇതിന് ശുശ്രൂഷിക്കൊക്കെ ചെയ്യൂലോ. ഇവിടെ കുഞ്ഞ് നമ്മുടെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. ക്ലീനൊക്കെ ഇപ്പൊ ഒന്ന് തെളിഞ്ഞ് കാണുന്ന കേട്ടോ. നാളെ വന്നു നമ്മൾ കിളിക്കൂട്ടിലേക്ക് ഈ കൂട് റെഡിയാക്കാൻ പോവാണ്. ആ റെഡിയാക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ടതെന്നറിയോ, ഇങ്ങനെ ഒരു പേപ്പർ എടുത്ത് നമുക്കത് കത്തിച്ചിട്ട് നന്നായിട്ട് കത്തുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഇടണം. എന്നാത്തിനാന്ന് ചോദിച്ചാൽ ഇതിന് ചാരമെല്ലാം എല്ലാ സൈഡിലും ഇരിക്കണം. എന്നിട്ട് അടച്ചിട്ടേക്കണം. ഇങ്ങനെ അടച്ചിട്ട് അതിൻ്റെ ചാരം എല്ലായിടത്തും ആവുന്ന പോലെ ഇങ്ങനെ റൗണ്ടാക്കി വേണം. പുകഞ്ഞോട്ടെ, കാരണം അതിനകത്തുള്ള തടിയും എല്ലാം ഒന്ന് കരിഞ്ഞ് ചാരം എല്ലാം പറ്റിയിരിക്കുകയാണെങ്കിൽ അതിനകത്തോട്ട് ഒരു ചിന്തേർ കുറച്ച് പൊടി ഇടുവാണെങ്കിൽ കിളി അതിനകത്ത് ഇരുന്നിട്ട് മുട്ടയിടുകയൊക്കെ ചെയ്തോളൂ. നമ്മൾ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വെളിയിൽ കൂടെ സെറ്റാക്കി നമ്മൾ ഹോളും അകത്തിട്ട് അതിന് സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. ഇനി അതുങ്ങൾ കയറി ഇറങ്ങി ജീവിക്കട്ടല്ലേ. ചിന്തേര് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കൂടിനകത്ത്. മുട്ടയിട്ട് വിരിയാനും ബ്രീഡിങ്ങിനും എല്ലാം നല്ലതാണ്. ആ ചാരം ഇട്ടില്ലായിരുന്നു, കണ്ടില്ലായിരുന്നു, അതുപോലെ ഇട്ടിട്ട് ബാക്കി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത പരിപാടിക്ക് പോവാണ്. എന്നാ പറയുവേ, നമ്മള് അന്ന് ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിന്റെ മണ്ടയിൽ ഒരു ബൗളുണ്ട്, അതിനകത്ത് മീൻ ചത്തുപോയി. ഒരു മീനെ വാങ്ങിക്കാൻ വന്നു. അപ്പൊ ഇന്ന് കിളിയെ വാങ്ങിച്ചു കൊടുത്തി നമ്മൾ മീനിനെ ഒരു വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഫൈറ്റർ ഓറഞ്ച്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ബ്ലൂ ഷെയ്ഡ് കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഈ വീട്ടിലോട്ട് ഈ കളർ വാങ്ങിച്ചിട്ടില്ല ഈ പ്രാവശ്യം. അതുകൊണ്ട് ഇവനെ അങ്ങ് സെറ്റാക്കി. ഇവനെ ഞാൻ ഇനി ബൗളിലോട്ട് ഇടാം. തുറന്നു. ഇതാട്ടോ നമ്മുടെ കുഞ്ഞു ബൗള്. വരുന്നില്ലേ? വാ, അതിന് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. അങ്ങോട്ട് കയറാൻ ഇച്ചിരി വെള്ളം വേണം ഒഴിക്കാനേ. ആരാൻ പോയത്? ഒരു മീമീൻ കൂടെ വന്നു. കുഞ്ഞിന് രാവിലെ മീൻ തീറ്റ കൊടുക്കാൻ പുതിയ എന്നാ ഞങ്ങള് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. അപ്പൊ ടാറ്റ, ബൈ ബൈ.